ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണിരിക്കുന്നു കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. ഒന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് NHSന്റെ പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടോ എന്നുള്ളത്. സോ ഇന്ന് ഒരു ചെറിയ അപ്ഡേറ്റുകൾ NHSന്റെ വന്നിട്ടുണ്ട്. മറ്റൊന്ന് ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റുകളാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തില്ല. ആരും തന്നെ അതിനെക്കുറിച്ച് ഇവിടെ എവിടെയും പറയുന്നതായിട്ട് കണ്ടില്ല. സോ ഇന്ന് ആ ഒരു അപ്ഡേറ്റും കൂടിയാണ് സ്റ്റുഡൻറ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സോ ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് കൊച്ചി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം. സ്വാഗതം. ഫസ്റ്റ് തന്നെ NHSന്റെ അപ്ഡേറ്റുകൾ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളുകളായിട്ട് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് NHSന്റെ റിക്രൂട്ട്മെന്റ് കേസുകൾ എന്തായി, അത് ഈ അടുത്ത് തുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് തന്നെ നമുക്കറിയാം NHSന്റെ റിക്രൂട്ട്മെന്റുകൾ ടോട്ടലി ഫ്രീസ് ചെയ്തിരിക്കുമായിരുന്നു. നമ്മൾ ആ സമയങ്ങളിലൊക്കെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഫ്രീസ് ചെയ്തിരിക്കുന്നുണ്ടാവുക എന്നുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്, അതായിരുന്നു മെയിൻ ഒരു ടാസ്ക് ഉണ്ടായിരുന്നത്. കാരണം ഗവൺമെന്റ് കയ്യിൽ സഫിഷ്യന്റ് ഫണ്ട് ഉണ്ടായിരുന്നില്ല. ഈ NHSൽ റിക്രൂട്ട് ചെയ്യാനുള്ള ഫണ്ട് ഓൾറെഡി കൊടുത്തതെല്ലാം ചെലവാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതിയ റിക്രൂട്ട്മെന്റുകൾ ഇവിടെ ഉണ്ടാവാതിരുന്നത്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മൈഗ്രേഷൻ അത് വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. സോ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ അജണ്ടയായിരുന്നു. അതിനനുസരിച്ച് അവർ പുതിയ നിയമമാറ്റങ്ങളും പുതിയ പരിപാടികളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. പുതിയ COSകൾ പല ഭാഗങ്ങളിലായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി കെയർ ഹോമുകളിലും ഇല്ലെങ്കിൽ സോഷ്യൽ കെയർ സെക്ടേഴ്സിലേക്കൊന്നും അധികം എന്താ പറയുക ഒരു COSകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനൊപ്പം തന്നെ നമുക്കറിയാം കെയർ ഹോമുകളിലേക്ക് എന്താ പറയുക വിസ റിന്യൂ ചെയ്യാനുള്ളതും പരിപാടികളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള ഇൻഫർമേഷൻസും അന്ന് ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചില കെയർ ഹോമുകളിൽ അങ്ങനെയുള്ള ഇഷ്യൂസ്, അത് കാരണം നമുക്കറിയാം ഈ ഹോം ഓഫീസ് ഒരു സമയത്ത് കുറേയധികം വിസകൾ മീൻസ് ഈ ചെറിയ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾക്കടക്കം ഒരുപാട് COSകൾ ഇഷ്യൂ ചെയ്യുകയും അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ഫ്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് NHSനെയും ആ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ നെറ്റ് മൈഗ്രേഷൻ കയറി കൊണ്ട് തന്നെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇലക്ഷൻ കഴിയുന്നവരെ ടോട്ടൽ ഫ്രീസ് ചെയ്തു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് ഇത്ര ദിവസങ്ങളായിട്ടും NHSന്റെ റിക്രൂട്ട്മെന്റ് കേസുകളിലേക്കൊന്നും ഒരു അപ്ഡേറ്റുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ലേബർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു NHSലെ ഭാഗപ്പിഴകൾ ഇല്ലെങ്കിൽ കുറച്ചധികം എന്താ പറയുക NHS തകർന്നിരിക്കുകയാണെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എത്രയോ മില്യൺ വെയിറ്റിംഗ് ലിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയോ ലക്ഷം വെയിറ്റിംഗ് ലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയങ്ങളിൽ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയധികം വെയിറ്റിംഗ് ലിസ്റ്റുകൾ ഇത്രയധികം സ്റ്റാഫുകളെ കൊണ്ടുവന്നിട്ടും അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതിന് ഈ കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് തന്നെ. ഈ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ക്രിസ് സ്റ്റാമർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ NHS ടു റിസീവ് നോ മോർ മണി വിത്തൗട്ട് റിഫോം സേ സ്റ്റാമർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ NHS ഇനി റിഫോം ചെയ്യാതെ അതിനകത്ത് പൈസ കൊണ്ടിട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസ മുന്നിട്ടിട്ട് സ്റ്റാഫുകളെ കൊണ്ടുവന്നിട്ടും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടും ഇത്രയധികം ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. ഏകദേശം 23,000 മേൽ ആൾക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ 2 വർഷമായിട്ടും ട്രീറ്റ്മെന്റ് കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ന്യൂസുകളും നമ്മൾ കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു ന്യൂസുകളിൽ തന്നെ നിങ്ങൾ ഈ BBC-യുടെ ആണെങ്കിലും ഫിനാൻഷ്യൽ ടൈംസിന്റെ ആണെങ്കിലും ന്യൂസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ സകല റിപ്പോർട്ടുകളും കിടക്കുന്നുണ്ട്. എത്രയോ അധികം ആളുകൾ ക്യാൻസർ നിർണയം മീൻസ് പ്രോപ്പറായിട്ട് കിട്ടാതെ ട്രീറ്റ്മെന്റ് കിട്ടാതെ മരിക്കുകയുണ്ടായി എന്നുള്ളതും ഇവിടെ ഉള്ള ന്യൂസുകൾ കുറച്ച് ചർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ ക്രിസ്റ്റാമർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാമായിരുന്നു NHS കുറച്ച് തകർന്നിരിക്കുന്ന ഇതായിരിക്കും. പക്ഷേ NHS മീൻസ് ഈ പറഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് സ്റ്റാമർ അധികാരത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളമാണ് മുന്നത്തെ ഗവൺമെന്റ് NHSനെ തകർത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള മനസ്സിലായിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് 1-2 വർഷങ്ങൾ കൊണ്ട് തീർക്കാനായിട്ട് സമയം മീൻസ് അത് നേരാക്കാനായിട്ട് സാധിക്കില്ല. അത് മിനിമം 10 വർഷത്തെ സമയമെങ്കിലും എടുക്കും എന്നാണ് ലേബർ ഗവൺമെന്റ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാർലമെന്ററി ടൈമിനകത്ത് ഒരിക്കലും തീർക്കാനായിട്ട് സാധിക്കില്ല. 10 വർഷമെങ്കിലും ഇത് വേണം. കാരണം മുൻ ഗവൺമെന്റുകൾ തകർത്ത് വെച്ചിരിക്കുന്ന സംവിധാനത്തിനെ പൂർണ്ണമായിട്ടും ഉയർത്തിക്കൊണ്ടുവരാൻ. അതിനകത്ത് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റിഫോം അല്ലെങ്കിൽ ഡൈ എന്നുള്ളതാണ്. റിഫോം ഓർ ഡൈ എന്നാണ് ക്രിസ് സ്റ്റാമർ പറഞ്ഞത്. അതായത് റിഫോം ചെയ്തില്ലെങ്കിൽ NHS നോർമലി ചത്തുപോകും. കാരണം വെച്ചാൽ ഇത്രയധികം പെൻഡിങ് വെയിറ്റിംഗ് ലിസ്റ്റ്, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ രോഗികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പാനഡമിക്കിന് മുമ്പ് തന്നെ NHS ഇങ്ങനെ ആയിരുന്നു, തകർന്നു. ഇപ്പോൾ കൂടുതലായിട്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഴുവൻ UK ന്യൂസുകൾ ചർച്ച ചെയ്യുന്ന മെയിൻ വിഷയം ഈ പറഞ്ഞ
NHSന്റെ വിഷയം തന്നെയാണ്. നോ മോർ മണി ഫോർ NHS വിത്തൗട്ട് റിഫോം സേസ് സ്റ്റാമർ ആസ് ഹി ഔട്ട്ലൈൻ വേർഷൻ ഫോർ ഹെൽത്ത് സർവീസ്. അതായത് 10 വർഷത്തെ പ്ലാന് സ്റ്റാമർ ഇട്ടിരിക്കുന്നു. അതിനകത്ത് 3 ഷിഫ്റ്റുകളായിട്ടാണ് പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ എന്നുള്ളതാണ്. അതായത് NHSനെ ടെക്നോളജി പരമായിട്ട് അത് കുറച്ചും കൂടി ഉയർത്തണം. കുറച്ച് പുറകോട്ടാണ് ഇപ്പോൾ NHS നിന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ടെക്നോളജികൾ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചേഴ്സിനും ടെക്നോളജിക്കും കാര്യങ്ങളായിട്ട് ഗവൺമെന്റ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതിനകത്ത് മെയിൻ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ NHSലെ ചോർച്ച അടയ്ക്കാതെ നമ്മൾ NHSൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ 3 ഷിഫ്റ്റുകളായിട്ടാണ്. അതിനകത്ത് ഫസ്റ്റ് ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. രണ്ടെന്ന് വെച്ചാൽ ഷിഫ്റ്റ് മോർ കെയർ ഫ്രം ഹോസ്പിറ്റൽ ടു കമ്മ്യൂണിറ്റീസ്. മറ്റേ സർവീസ് എന്ന് വെച്ചാൽ ഷിഫ്റ്റ് മോർ കെയർ ഫ്രം ഹോസ്പിറ്റൽ ടു കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ്. അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ബി മച്ച് ബോൾഡർ ഇൻ മൂവിങ് ഫ്രം സിക്നസ് ടു പ്രിവെൻഷൻ. അതായത് സിക്നസ് വരുന്നതിനെ കാട്ടി പ്രിവെന്റ് ചെയ്യാനുള്ള പരിപാടികളും ഇതൊക്കെ ആയിരിക്കും 3 ഷിഫ്റ്റുകളിൽ 10 വർഷത്തിന്റെ ഇടയിൽ നമ്മുടെ ക്രിസ് സ്റ്റാമറിന്റെ മന്ത്രിസഭ നടത്താനായിട്ട് പോകുന്നത്. മാത്രമല്ല നമ്മുടെ ടോറി ഗവൺമെന്റ്, കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ ഒരു വാഗ്ദാനമായിരുന്നു 40ഓളം പുതിയ ഹോസ്പിറ്റൽ എന്നുള്ളത്. എന്നാൽ അത് അവർ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ വരുന്ന ഗവൺമെന്റ് ആ വാഗ്ദാനം 10 വർഷത്തിന്റെ ഇടയിൽ അത് 40 ഹോസ്പിറ്റൽ എന്നുള്ളത് പാലിക്കും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല NHSൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫണ്ട് ചെയ്യുക എന്നുള്ളത് NHSന് പോസിബിൾ ആവാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം എന്താ പറയുക തകർന്നു കിടക്കുന്ന NHSനെ അത് നേരാക്കാതെ, അതായത് സ്റ്റാഫ് റിക്രൂട്ട്മെന്റിന്റെ കേസുകൾ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ നമുക്കൊന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ നോക്കാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം NHS മുന്ന് എന്തുകൊണ്ടാണ് ഫ്രീസ് ചെയ്തെന്നുള്ളത്. സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്, അതായത് ഇനി പുതിയ ഫണ്ട് ഇതിനകത്തേക്ക് ഇടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പുതിയ റിക്രൂട്ട്മെന്റുകളെല്ലാം അധികം എന്താ പറയുക പെട്ടെന്നൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയായിരിക്കും ചുരുക്കത്തിൽ അർത്ഥം. അന്ന് അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവർ ഓപ്പൺ ആയിട്ട് ഇല്ല ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നില്ല, ഇനി ഞങ്ങൾ ഫ്രീസ് ചെയ്തിരിക്കാമെന്ന് എവിടെയും പറയാം. അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നടക്കാതിരിക്കട്ടെ. കാരണം വെച്ചാൽ ഇവിടുത്തെ ഷോർട്ടേജ് അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഷോർട്ടേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ NHSനെ റിഫോം ചെയ്യുമ്പോൾ അതിന് അത്യാവശ്യമായിട്ട് മാൻ പവർ ആവശ്യമുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം മാൻ പവറും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ തന്നെ ടെക്നോളജിയും എല്ലാം ഇമ്പോർട്ടൻ്റ് പോലെ തന്നെ മാൻ പവർ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇവിടെ മാൻ പവറിൻ്റെ കേസോ മറ്റു കാര്യങ്ങൾ, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും പുതിയ ബിൽഡിങ്ങുകളും ടെക്നോളജിയുടെ കേസുകളും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടും റിക്രൂട്ട്മെന്റ് നടത്തുമായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പുതിയ ഫണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ നോ മോർ മണി എന്നുള്ള രീതിയിലാണ് വിത്തൗട്ട് റിഫോം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ് സ്റ്റാമറിന്റെ കേസിൽ. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇപ്പോൾ ഇവിടെയുള്ള സാഹചര്യങ്ങൾ ഏകദേശം കൊണ്ട് ക്രിസ് സ്റ്റാമറിന്റെ മന്ത്രിസഭയും മുന്നത്തെ ഗവൺമെന്റിന്റെ മന്ത്രിസഭയും തമ്മിൽ ഇമിഗ്രേഷന്റെ കേസിൽ ഒരേ സ്വരം തന്നെയാണ് രണ്ടുപേർക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നു. കാരണം റെസ്ട്രിക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി അത് നടക്കുന്നുണ്ട്. മുന്നത്തെ ഗവൺമെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന അതിന്റെ പാത പിന്തുടരുന്നു. ഓട്ടോമാറ്റിക്കൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മറ്റൊരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ 2-3 ദിവസം ഒരു 10-15 ദിവസം വീഡിയോ ചെയ്യാതിരുന്നപ്പോൾ തന്നെ ചില അപ്ഡേറ്റുകളൊന്നും പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. സോ UK ഈ ജനുവരി ഇൻടേക്കിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇപ്പോൾ ഈ ഒരു ന്യൂസ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഒന്ന് പിന്നെ അറിയാം UK ഇപ്പോൾ PSW കാര്യങ്ങളൊരു മാറ്റമൊന്നുമില്ല. മറ്റൊരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഫണ്ടിന്റെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും 2 ദിവസം മുമ്പ് ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെയിൻ്റനൻസ് ഫണ്ടിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഹോം ഓഫീസിന്റെ ചില സ്ക്രീൻഷോട്ട്സ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും 1334 ഫോർ അപ് ടു 9 months കോഴ്സിനാണെങ്കിൽ ഇന്നർ ലണ്ടനിൽ വരുമ്പോൾ പെർ മന്ത് 1334 ആയിരിക്കണം നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഓക്കെ, പെർ മന്ത്. അപ്പോൾ കോഴ്സിന്റെ അടിസ്ഥാനത്തിൽ അത് എത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഔട്ട്സൈഡ് ലണ്ടൻ ആണെന്നുണ്ടെങ്കിൽ 1023 പെർ മന്ത് ആണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഔട്ട്സൈഡ് ലണ്ടനിലേക്ക്. സോ ഇപ്പോൾ അതിനകത്തൊരു മാറ്റം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1334 ഒരു ഇതിൽ 1483 പൗണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അതുമാത്രമല്ല നമുക്ക് ഔട്ട്സൈഡിലാണെങ്കിൽ 1136 പൗണ്ട് എന്നുള്ള രീതിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള ഒരു എമൗണ്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് 1 മാസത്തെ കണക്കാണ്. അതിപ്പോൾ 12 മാസത്തേക്ക് വരുമ്പോഴോ ഇനിയിപ്പോൾ അത് ഇനി എത്ര നിങ്ങൾ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് അത് വരുമ്പോൾ സമയത്ത് ഒരു വലിയൊരു എമൗണ്ട് തന്നെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ 1334 നിന്ന് 1483 എന്ന് പറയുമ്പോൾ അതിങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ കറക്റ്റായിട്ടും അത് മനസ്സിലാവും. ഇവിടെയുള്ളവർക്ക് ചിലപ്പോൾ ഇതിന് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ഇമിഗ്രേഷൻ ചേഞ്ച് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് 2025 ജനുവരി തൊട്ടായിരിക്കും അത് നിലവിൽ വരിക എന്നാണ് അറിയാൻ സാധിക്കുക. ഇപ്പോഴല്ല, ഈ വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിലേക്കൊന്നുമല്ല, 2025 ജനുവരി തൊട്ട് പുതിയ ഉയർത്തിയ നിരക്കുകളായിരിക്കും നിങ്ങൾക്ക് ബാധകമാവുക എന്നുള്ളത് അറിയുന്നുണ്ട്. സോ അപ്പോൾ ഇനി ലിവിങ് എക്സ്പെൻസ് ഫണ്ടൊക്കെ കാണിക്കുന്ന ആൾക്കാർ ഈ ജനുവരി ഇൻടേക്ക് തൊട്ട് ഈ പറഞ്ഞ രീതിക്ക് എമൗണ്ടുകൾ കാണിച്ചിട്ട് വരാനായിട്ട് നോക്കുക. സോ ഇതാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. മറ്റ് ഒരു തരത്തിലുള്ള ചേഞ്ചസും ഇവിടെ വന്നിട്ടില്ല. പക്ഷേ നാളെ മറ്റൊരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ചെയ്യാത്ത വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി മിക്സപ്പ് ചെയ്ത് ലാസ്റ്റ് കൺഫ്യൂഷൻ അടിച്ച് നിങ്ങൾ ഇതാകണ്ട എന്നുള്ള രീതിയിലാണ്. അതൊരു കുറച്ച് ശ്രദ്ധിക്കേണ്ട, കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസുകൾ തന്നെയാണ് ആ ഒരു നാളെ ഞാൻ കൊണ്ടുവരുന്ന അപ്ഡേറ്റിൽ. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഇന്ന് വളരെ ചെറിയ അപ്ഡേറ്റുകളാണ് NHSൻ്റെയും പിന്നെ ഈ ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ്. സോ ഗൈസ്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, സപ്പോർട്ട് ചെയ്യാം.